ഹായ്, ഞാൻ ദീപ. ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. 1-2 പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനും മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഓരോരുത്തും ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണത്തില്ല. ഇപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ ഒരു 6 മണിക്കാണ് എണീക്കുന്നത്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുക്കളയിലെ പണികളെല്ലാം അങ്ങ് ഒതുങ്ങും. പക്ഷേ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടും പിന്നെ തലേന്ന് ഞാനൊരു 1:30-2 മണി വരെ കുറച്ച് എഴുതാനൊക്കെ ആയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എണീറ്റ് 8:15 ഇപ്പോൾ രാവിലെ എണീറ്റ് പല്ലേപ്പൊക്കെ കഴിഞ്ഞാൽ ഞാൻ 91 സങ്കീർത്തനം വായിക്കും. അല്ലാതെ വലിയ പ്രാർത്ഥനയായിട്ടൊന്നുമില്ല. 91 സങ്കീർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടൊരു മെൻ്റൽ സ്ട്രെങ്ത് തരുന്നൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ഞാൻ കഴിവതും മുടക്കാറില്ല. ഇപ്പോൾ രാവിലെ സമയം കിട്ടിയില്ലെങ്കിൽ ജോലിയെല്ലാം തീർന്നിട്ട് ഞാൻ അത് ചൊല്ലിയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മിക്കയിടത്തും പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞ് തന്നെ തീരെഴുതി തന്നേക്കുന്ന അല്ലെങ്കിൽ വീതം വെച്ച് തന്നേക്കുന്ന അടുക്കളപ്പണിയാണ്, വീട്ടുജോലിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചെയ്താലും അതങ്ങോട്ട് തീരത്തില്ല. അതിനൊരു അപ്രിസിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. പിന്നെ എല്ലാ ദിവസവും അത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് തന്നെ അടുക്കളപ്പണി കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യാതിരിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്കതും ഒരു തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിരിക്കും എൻ്റെത്. രാവിലത്തെ എൻ്റെ കൂടെ തന്നെ ഞാൻ രാത്രിത്തേക്കുള്ളതും അങ്ങ് റെഡിയാക്കിയേക്കും. അല്ലാതെ ഇനിയിപ്പോൾ രാത്രിയിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെയും അടുക്കളയിലോട്ട് കയറാനായിട്ട് എനിക്ക് മടിയാണ്. അപ്പോൾ ഇന്നിവിടെ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ചമ്മന്തി അല്ല, ഇവിടെ ശരിക്കും സാമ്പാറാണ് ഇഷ്ടം. പക്ഷെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചമ്മന്തിയിലേക്ക് പോയി. അപ്പോൾ ചോറിന് ഞാനിനി ഒരു കാമെഴുക്കുരട്ടിയും കൂടെ ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. കാരണം തലേന്നത്തെ തീയൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ സംഭവം ഊണായി. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ രാത്രിയും കഴിക്കുന്നത്. ഉച്ചയ്ക്ക് തന്നെയാണ് രാത്രിയിലും ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ രാവിലെ പാൽ ചായ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല, കട്ടൻ ചായ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് പാല് കാച്ചും. അപ്പോൾ അത് തന്നെ അത് മിക്സ് ചെയ്ത് കുടിക്കുകയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല ചായ ആയിട്ട് ഉണ്ടാക്കത്തില്ല രാവിലെ. അങ്ങനെ ഒരു ജോലി അങ്ങ് ഒഴിവാക്കി. മനസ്സിലായില്ലേ? എന്താണ് പേടി? ഓഫാക്കടി. അപ്പൊ എൻ്റെ കൂടെ രാവിലെ തന്നെ എണീറ്റ് വരുന്ന ഒരാളാണ് ആനി. അവള് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമയം മൊത്തം അവളുടെ പുറകെ നടന്ന് തീരത്തേ ഉള്ളൂ. അപ്പം വീട്ടിലെ അടുക്കളയിലെ പണികളൊന്നും നടക്കത്തില്ല രാവിലെ അവന് എണീറ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പം രാവിലെ തന്നെ കരച്ചിലും പിഴിച്ചിലുമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ കൂടെ കുറച്ച് സമയം പോയി ഇരിക്കേണ്ടി വരും. അപ്പം അവളെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഈ പാട്ട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അവൾക്ക് പാട്ട് വെച്ച് കൊടുക്കുക. കാരണം പണ്ട് എനിക്കൊരു അബദ്ധം പറ്റി. അന്നയുടെ സമയത്ത് അവളെ ഒന്ന് ഒതുക്കി ഇരുത്തിക്കൊണ്ടിരുന്നത് കാർട്ടൂൺ വെച്ചിട്ടാണ്. അതായത് നമ്മുടെ പൂപ്പി, മഞ്ചാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള CD-കളൊക്കെ ഇറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ അതാണ് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കൊച്ചു TV, ഡോറ, ബുജിയ അങ്ങനെയുള്ള കാർട്ടൂണുകളെല്ലാം വെച്ച് കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പം എന്താണെന്ന് വെച്ചാൽ അത് കണ്ട് ഇപ്പോഴും അത് തന്നെ അവൾ കാണത്തുള്ളൂ. ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ഒക്കത്തില്ല. അപ്പം അതുകൊണ്ട് എന്താ, നമുക്കിപ്പോൾ എന്തെങ്കിലും കാണുന്ന ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെയൊന്നും കാണത്തില്ല, അത് വേറെ കാര്യം. എങ്കിലും ഒന്ന് TV വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കാർട്ടൂൺ വയ്ക്കണം. അപ്പോൾ ഫുൾ ടൈം ഇവിടെ കാർട്ടൂണാണ്. ഞാനാണെങ്കിൽ ഇതെല്ലാം കണ്ട് എല്ലാ എപ്പിസോഡും കണ്ട് തന്നെ പിന്നെയും കണ്ട് ഞാനൊരു പരുവായി. അപ്പോൾ
ആ ഒരു ഇത് അബദ്ധം ഇനി രണ്ടാമത്തെ ഒക്കെ പറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവളെ ഞാൻ ആദ്യം തൊട്ടേ കാർട്ടൂണിലേക്കല്ല, ഇതുപോലെ ഇങ്ങനത്തെ പാട്ടുകളിലേക്കൊക്കെയാണ് കറക്കി വിടുന്നത്. കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് അവൾ അവളുടെ പാട്ടിന് പോവും. പിന്നെ അവൾ ഇപ്പോൾ സ്റ്റെപ്പ് കയറൽ, അല്ലെങ്കിൽ കസേരയുടെ മുകളിൽ വലിഞ്ഞ് കയറൽ, പിന്നെ ഓടിച്ചെന്ന് എല്ലാം ലൈറ്റ് ഇടൽ, അങ്ങനത്തെ കുറേ കലാപരിപാടികളാണ് ആനിയുടെ രാവിലത്തെ കലാപരിപാടികൾ എന്ന് പറയുന്നത്. എങ്ങോട്ടാണ് ഡേ? ഇങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങാൻ. അപ്പം ഇപ്പോൾ ഇവിടെ പുതിയടുത്ത് വന്നിട്ട് അടുക്കലും പെറുക്കലും ഒക്കെ ഒത്തിരിയും ബാക്കിയുണ്ട്. അടുക്കളയിലെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ വീഡിയോയുടെ പരിപാടികളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒരു മണിക്കൂറൊക്കെ ഒരു ദിവസം കഷ്ടിച്ചൊരു അടുക്കലിനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുന്നുള്ളൂ. അപ്പം എനിക്ക് കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ വീഡിയോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാക്സിമം ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് പോവാണ്. എണീക്കാത്ത രണ്ടുപേരാണ് ബിജു അന്നയും. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. സ്കൂൾ തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചവിട്ട് നാടകവും പാട്ടും ഒക്കെ കേൾക്കാം. കാരണം അന്ന എപ്പോഴും ലേറ്റ് ആയിരിക്കും സ്കൂളിൽ പോകാനായിട്ട്. അത് കഴിയുമ്പോൾ ടീച്ചർ വിളിക്കും എന്നെ വഴക്ക് പറയാനായിട്ട്. അപ്പം ബാക്കി ഞാൻ അവൾക്ക് കൊടുക്കും. അങ്ങനെ പിന്നെ ആകെ അലമ്പായിരിക്കും. അപ്പം പണ്ടോട്ടെ ശീലിച്ചാണ് താമസിച്ച് എണീക്കുക എന്നുള്ളത്. ഇപ്പം ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടെ ദൂരെയാണ് സ്കൂളിൽ നിന്ന്. പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനകത്ത് സ്കൂളെത്തുമായിരുന്നു. ഇതിപ്പോൾ 2-3 ട്രാഫിക് സിഗ്നലൊക്കെ കഴിഞ്ഞിട്ടാണ് അവളുടെ സ്കൂൾ വരുന്നത്. അപ്പം താമസിച്ചാണെങ്കിൽ ആ ഒരു പീക്ക് ടൈമിൽ എന്തായാലും അവൾ സ്കൂളിലെത്തുമ്പോഴത്തേക്കും താമസിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു മേളം നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ഇനി രാവിലെ പോകുന്നതിൻ്റെ ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അന്നയുടെയും കാര്യം പറയുവാണെങ്കിൽ ഇവർ പ്രത്യേകിച്ചൊന്നും കഴിക്കത്തില്ല. അന്ന ഒരു ചൂസി ഈറ്ററാണ്. ഇപ്പം ഞാൻ അവൾക്ക് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ പറയുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാലും അവൾ പറയും അതിന് ടേസ്റ്റ് പോരാ, അല്ലെങ്കിൽ അത് സോഫ്റ്റ് അല്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾ കഴിക്കത്തില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ അവൾക്ക് ഒന്നെങ്കിൽ കുടംപുളി ഇട്ട മീൻകറി, അല്ലെങ്കിൽ മുട്ട പൊരിച്ചത്, അതും അല്ലെങ്കിൽ അച്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങാച്ചാറാണ്. പിന്നെ അതും അല്ലെങ്കിൽ ചിക്കൻ കറി നമ്മൾ എപ്പോഴും ഇവിടെ വയ്ക്കത്തൊന്നുമില്ല. അപ്പം അല്ലാതെ വേറെയുള്ള കാര്യങ്ങളൊന്നും അവൾ കഴിക്കത്തില്ല. ഇപ്പം പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഇലക്കറികളോ പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പിള്ളേം കൊണ്ട് എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് ഒരു വലിയ പ്രശ്നമാണ്. പാനി ആന്നേ പിന്നെ എല്ലാത്തിൽ നിന്നും കുറച്ച് കൈയിട്ട് വാരിയൊക്കെ കഴിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അവൾ അങ്ങ് തുപ്പിക്കളയും. അപ്പോൾ അവൾക്ക് ഈ വാരി കൊടുക്കുന്ന ഇഷ്ടമില്ല ആനിക്ക്. അവൾ സ്വയം പര്യാപ്തമായ ഒരാളാണ്. അവൾക്ക് വാരി കൊടുക്കുന്ന ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ തന്നെ കൈയിട്ടാണ് കഴിക്കുന്നത്. അത് ഫുള്ള് ഇങ്ങനെ കൈയിട്ട് കുഴച്ച് മറിച്ച് ഒരു പരുവത്തിലാക്കി വെച്ച് അവൾ എണീറ്റ് പോകും. അപ്പം ഇതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നത്തില്ല. കാരണം ആരും കഴിക്കാനില്ലല്ലോ. ഇപ്പോൾ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കൊണ്ടുവാക്കുകയാണെങ്കിൽ ബിജു കാണത്തില്ല.
വൈകിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മാത്രമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാണ്? വലിയവരൊക്കെ കഴിക്കാനുണ്ടെങ്കിലല്ലേ നമുക്ക് ഉണ്ടാക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അവർ കഴിക്കുന്നതെല്ലാം ഒന്നെങ്കിൽ ചോക്ലേറ്റ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് കലർന്നിട്ടുള്ള ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റ്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഇത് നോർമലായിട്ട് ആൾക്കാർ കഴിക്കുന്നൊന്നും ഇതുങ്ങൾ കഴിച്ച് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിലൊന്നും എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എന്തിനാ ഉണ്ടാക്കി വെച്ചുള്ളൂ, കഴിക്കത്തില്ലല്ലോ. അതാണൊരു വിഷമം ഇതിനകത്തുള്ളത്. അപ്പം ഇതിപ്പോൾ കണ്ടില്ലേ, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഇഡ്ഡലി സോഫ്റ്റ് അല്ല, ടേസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്ന കഴിക്കാതിരിക്കാനുള്ള മാക്സിമം അടവുകൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് കാര്യം എന്ന്. ആനി ഇങ്ങനെ ആലോചിക്കുകയാണ് കഴിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ആനിക്ക് ഞാൻ കുറച്ചൊന്ന് കിള്ളി കൊടുത്തു. കിള്ളിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ പാട്ടിന് കുറച്ചൊക്കെ കഴിച്ച് വെച്ച് അവളുടെ പാട്ടിന് പോയി. അന്ന പിന്നെയും ഇങ്ങനെ ഭയങ്കരമായ എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല അവൾക്ക്. അപ്പോൾ കുറച്ച് എനിക്കറിയാം ഇത് എന്തായാലും ഇട്ടേച്ച് പോകുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാതിരിക്കുന്നത്. കാരണം ഇവരെല്ലാവരും എന്തായാലും മിച്ചം വയ്ക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു ഇതങ്ങ് വേസ്റ്റ് ആക്കണ്ടല്ലോ, അത് കഴിക്കാനായിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ പോവാണ്. അപ്പം ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പം തന്നെ 12 മണിയായി. അപ്പം ഇനി ഊണുണ്ട്. ഊണ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ആനീനെ ഉറക്കണം. അവൾ ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങിക്കോളും. അപ്പോൾ ഒരു 2 മണിക്കൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോഴേ അവൾ എണീക്കത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോയുടെ പരിപാടികൾ, വേറെ സ്ക്രിപ്റ്റ് എഴുതാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അതിനിടയ്ക്ക് വല്ല ഗസ്റ്റോ വല്ലതും വരുവാണെങ്കിൽ എൻ്റെ പ്ലാൻ മൊത്തം കൊളായി പോകുമെന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കാനുണ്ടായിരുന്നത്. വെറുപ്പിക്കൽ കൂടിപ്പോയെങ്കിൽ പറയണം. അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.